എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങാൻ. ഇത് 100 രൂപ, 1000 എണ്ണം ഒരു മാലപ്പടം കേട്ടോ. ഒന്ന് വെച്ച് കാണിച്ചു തരുമോ? ഓക്കെ, ഒരുപാടുണ്ട് കേട്ടോ. ചാകരയാണ്, പൂക്കുറ്റി 5000 മാല, 5000. ഇതിനെന്താ വില എന്നറിയോ? 450 രൂപ. സുഖന്ന എவ்வளോ കാലം വാങ്ങിച്ചത്? 2 വർഷം അല്ലേ. ഇങ്ങനെയാണ് ഇവര് അന്ന് ജസ്റ്റ് കാണിച്ചത്. ഓ, ഇത്ര തോരെ റോക്കറ്റ് ഞാൻ ആദ്യമായിട്ട് കാണാം. ഒരുപാട്. ഇവിടെ ഗം ചെയ്യാം, അതിന് മുകളിൽ സ്റ്റിക്കർ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ ശിവകാശി എത്തിയിട്ടുണ്ട്. ശിവകാശിയിലേക്ക് എന്ന് പറയുന്നത് 450 കിലോമീറ്ററാണ് നമ്മൾ വണ്ടി ഓടിച്ചെത്തിയത്. ശിവകാശി 5 മണിക്ക് എത്തി, റൂമൊക്കെ എടുത്ത് ഫ്രഷായി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. കൂടുതൽ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇവിടെ പടക്ക കച്ചവടം ഒരുപാടുണ്ട്. എന്നാലും വിഷുക്കൾ വരെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഫ്രണ്ട്സ്, അവിടെയൊക്കെ പടക്കക്കടകളാണ്. അവിടെ ഒന്നതാ, അവിടെ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ നമ്മള് നിന്ന സ്ഥലത്തുണ്ടല്ലോ, നമ്മള് റൂം എടുത്തതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഒന്ന് ആർസാർ തുറന്നിട്ടുണ്ട്. അവിടെ തുറന്നിട്ടുണ്ട്. അത് കുറച്ച് വലിയൊരു കടയാണത്. ജസ്റ്റ് ഒന്ന് കയറി നോക്കണം. റീറ്റെയിൽ ഹോൾസെയിൽ തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട്, അതെനിക്കറിയില്ല. മുകളിൽ പോയി പൊട്ടുന്ന സാധനങ്ങളാട്ടോ. ഇതിന്റെ പേരെന്താ? ഇതെന്താ എല്ലാം അറിയാം. അയ്യോ, ഇത് 5000 പടകം, 5000 കോമ്പലപ്പടകം. അയ്യോ, സ്റ്റാർ ഫയർ വർക്ക്. ഫ്രണ്ട്സ്, 5000 നമ്മൾ 5000 പടകം ഉണ്ടാവും കേട്ടോ. നമ്മൾ പൊട്ടിക്കുന്നല്ല, 5000 പാല, 5000. ഇതിനെന്താ വില എന്നറിയോ? 450 രൂപയുള്ളൂ, 450 രൂപ. അതുപോലെ തന്നെ 10000ത്തിന്റെ വലിയ കോമ്പല. അതിന് ഇവിടെ വില എന്താന്ന് പറയുകയാണെങ്കിൽ ഞെട്ടണ്ട, 1000 രൂപ, വെറും 1000 രൂപ. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് പടകം ഉണ്ടാക്കുന്ന. ആ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഫാക്ടറിയിൽ ഒന്ന് പോയി നോക്കാം. എന്തായാലും നമുക്ക് ഒരു ആദ്യത്തെ അനുഭവമായിരിക്കും. ഞാനിതുവരെ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടോ? ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ വേറൊരു കടയിലേക്ക് നമുക്ക് അവിടെ പോയി നോക്കാം. അല്ല, ഫാക്ടറി. ഓക്കെ. അപ്പൊ നമ്മളെ ആ കടയിലെ അണ്ണൻ നമ്മളെ കൂടെ വരുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ഷോപ്പിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അവരുടെ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോകുന്നത്. ഫാക്ടറി ഇല്ല, സോറി, അവരുടെ ഫാക്ടറിയിലേക്ക് നമ്മൾ പോകുന്നത്. പ്രൊഡക്ഷൻ. ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ ഒരുപാട് ഫാക്ടറികളുണ്ട് കേട്ടോ. റീറ്റെയിൽ, ഇതൊക്കെ റീറ്റെയിൽ അല്ലേ? ഇല്ല. ഫ്രണ്ട്സ്, ഞാൻ പടക്കം എന്ന് പറഞ്ഞ ഇവർക്ക് മനസ്സിലായില്ല. പൊട്ടാസ് എന്ന് പറയണോ? ഇപ്പോഴാണ് മനസ്സിലായി. പൊട്ടാസ് അല്ലേ? ശരി, നീ എങ്ങനെ പഠിച്ചത് തമിഴ്? നമ്മള് കോയമ്പത്തൂർ പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പറയുന്നത് അവർക്ക് കറക്റ്റ് മനസ്സിലാവും. പക്ഷെ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കറക്റ്റ് തമിഴ് തന്നെ പറയണത്, തന്നെ മനസ്സിലാവുള്ളൂ. കോയമ്പത്തൂർ നമ്മൾ മലയാളം പറഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് മനസ്സിലാവും. ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എത്തിരുന്നത്. ഇവിടെയാണ് അവർ ഫാക്ടറി. இந்த வழிதான் 500 கூட்ட இந்த வழிதான் இருக்காது. இருந்தாலுமே உங்களோட தள்ளிதான். ഓക്കെ. ഫ്രണ്ട്സ്, ഇവിടെ കണ്ടോ എല്ലാ ഗ്യാപ്പ് നല്ല ഡിസ്റ്റൻസിലാണ് ഓരോരോ ചെറിയ ഫാക്ടറികൾ കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ അവരുടെ ഫാക്ടറി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലളിത ഫയർ വർക്സിൻ്റെ ഫാക്ടറിയിലാണ് വന്നത്. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവരിവിടെ ചെയ്യുന്നത്. അവിടെയൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മാനേജറെ പരിചയപ്പെടാം. ഷിജിൻ ബ്രോ, എന്താണ് ഇതെന്താ? ഇത് മേഷപ്പ് ആണ് വരുന്നത്. മേഷപ്പ് പൂക്കുറ്റി എന്നൊക്കെ പറയും. പൂക്കുറ്റി. ഓക്കെ. ഇതൊക്കെ ഹോൾസെയിൽ അല്ലേ? ലളിത ഫയർ വർക്സ് ആണ് എടുത്തോ. ലളിത ഫയർ വർക്സ് ആണ് ഇവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് പൂക്കുറ്റി, അതേപോലെ ഫ്ലവർ പോട്ട്സ് ആണ് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. വേറെ ഡിഫറെന്റ് ഇത് ചെയ്യുന്നുണ്ട് അവർ. ഒരുപാട് ഒരു 5-8 ഐറ്റംസ് ഫ്ലവർ പോട്ട്സ് ചെയ്യുന്നുണ്ട്. ഇവരുടെ റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ ചെന്നിട്ട് നമുക്ക് അതിന്റെ റേറ്റ് അറിയാം.
ഇത് എന്താണ് അതൊക്കെ തന്നെ. ഫ്രണ്ട്സ് നമുക്ക് ഇവരെ ഫാക്ടറികളുണ്ട്, പക്ഷെ നമുക്കതിപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ സേഫ്റ്റീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കുറച്ച് മുന്നേ ഒരു ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഫാക്ടറിൻ്റെ ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സ്, ഈ ഫാക്ടറി എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു ഗോഡൗണുള്ള ഒരു ഫാക്ടറി അല്ല. ഇത് കണ്ടില്ലേ, ചെറിയ 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 ഓരോ റൂമുകളാണ് ഇവരെ ഫാക്ടറികൾ. ഇത് കണ്ടോ, ഇതാണ് ഇവരെ ഫാക്ടറികൾ. നല്ല ഗ്യാപ്പ് വിട്ടിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ശിവകാശിയിൽ. ഇവർ പറയുന്നത് ഏകദേശം 1500 ഫാക്ടറികൾ ഉണ്ടെന്ന് അവർ പറയുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് വേറൊരു ഫാക്ടറി ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ് അല്ലേ ഷീൻ ബ്രോ? കുറച്ചും കൂടി പോകട്ടോ, കുറച്ചും കൂടെ. അതിൻ്റെ ആള് പുറകിലിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. അടുത്തൊരു ഗല്ലിയിലേക്ക് പോകുന്നുണ്ട്, ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെയാണ് ഒരു കാട് ഉണ്ടെങ്കിൽ കേട്ടോ അതെ, ഏകദേശം കാട്. ഫ്രണ്ട്സ്, കുറച്ച് ഉള്ളോട്ടാണ് പോകുന്നത്. നമ്മൾ അടുത്ത ഫാക്ടറിയിലേക്ക് പോവാണ്. മറ്റേ ഫാക്ടറി നമുക്ക് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇത് അത്യാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്യാന്നാണ് പറയുന്നത്, കാരണം നമുക്ക് അവിടെ പടക്കം ഉണ്ടാക്കുന്നതും പൊട്ടാസ് ഉണ്ടാക്കുന്നതും അങ്ങനെ തന്നെ പറയാം. പട്ടാസ് ഡമ്മു. ഒരു വിജനമായ, ഒരു മനുഷ്യന്മാരില്ല കേട്ടോ ഈ റൂട്ടിലൊന്നും, ആരുമില്ല. നമ്മള് 4 പേരും പിന്നെ നമ്മുടെ അണ്ണനും മാത്രം. ആയി പറയണ്ട, ഇവരാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. അപ്പം ഫ്രണ്ട്സ്, കങ്കർ സവൽപ്പെട്ടി എന്നുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിയത്. കങ്കർ സവൽപ്പെട്ടി എന്നാണ് അവർ പറയുന്നത്. ഇത് വലിയൊരു ഫാക്ടറിയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ, നേരത്തെ കണ്ടതിന് അത്ര ഇല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാക്ടറികളാണ്. അത് അവിടേക്കൊക്കെ കാണാം. ഇവിടെ കണ്ടോ, ഫസ്റ്റ് തന്നെ കുറേ പടകങ്ങൾ, മാലപ്പടകങ്ങൾ മരുന്ന് നിറച്ച് വെച്ചത് കണ്ടല്ലേ. ഇതൊക്കെ മാലപ്പടകങ്ങൾ മരുന്ന് നിറച്ച് വെച്ചതാണ്. റോളായിട്ട് ഇതല്ലേ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. പടകം ട്രാൻസ്പോർട്ടേഷൻ അത് 5000. ഇതാണ് ഇതിന്റെ റോൾ കേട്ടോ. ഇതിലാണ് മരുന്ന് നിറയ്ക്കുന്നത്. ഓണർ ഇതാണ് ഓണറാ. നല്ലൊരു പുതിയൊരു അനുഭവമാണിത്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റുമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചില്ല. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പരിചയക്കാരെ കിട്ടിയതല്ല, ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ് അല്ല ഷീൻ. അപ്പം നല്ല ആൾക്കാർ, ഭയങ്കര നല്ല സപ്പോർട്ടിങ് ആണ് നമ്മളോട്. എന്റെ പേരെന്താ ചോദിക്കാൻ പറഞ്ഞത്? മാർച്ചാമി. ഇത് കണ്ടില്ലേ, പൂക്കുറ്റി നിറച്ച് വെച്ചത്. ഇതാണ് നമ്മളെ പൂക്കുറ്റി. എന്താ പറയാ, പൂച്ചട്ടി. നമ്മളവിടെ പൂക്കുറ്റി പറയും. ഇതാ മേശാപ്പൂവിന്റെ മോൾഡ് ആണ്. ഇതിലാണ് മരുന്ന് ഫില്ല് ചെയ്യാ അല്ലേ? ഇത് മരുന്ന് ഫില്ല് ചെയ്താ? ഇത് ഫില്ല് ചെയ്തില്ലല്ലോ. ഇല്ല, അത് കാലി ഇതിലിപ്പോ മരുന്ന് എടുക്കാം. ഇതിലിപ്പോ മരുന്ന് നിറച്ചുണ്ട്. ഇതിൽ മരുന്ന് ഇരിക്ക്. ഓക്കെ, മരുന്ന് ഇരിക്കുക. അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. മരുന്ന് ഇരിക്ക്. ഇനി തിരി ഇരിക്കും അല്ലേ? ഇതാ വേറെ അടുത്ത യൂണിറ്റ്. ഇത് ഫസ്റ്റ് ഇവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഹോള് ചെയ്തിട്ടില്ല. രണ്ടാമത്തത് ഇതൊക്കെ ഹോള് ചെയ്തിട്ടുണ്ട്. തിരി വെക്കാൻ വേണ്ടിയിട്ട് ഈ പൂക്കുറ്റിക്ക് മൊത്തം ഹോള് വെച്ചിട്ടുണ്ട്. ഇവരാണ് ഇതിന് ഹോള് വെക്കുന്നത്. അമ്മ സൗഖ്യമാ? പേരെന്താ? മേരി. ഓ, എവിടെ നാളെ ഈ വർക്ക് തുടങ്ങിയിട്ട്? ഇവിടെ 10 വർഷമായി. ഓക്കെ, ഇവരാണ് ഇതിന് തിരി വെക്കുന്നത്. കണ്ടോ, ഒന്ന് വെച്ച് കാണിച്ചു തരുമോ? ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഓരോ ആഘോഷങ്ങൾക്ക് പൊട്ടിച്ച് തീർക്കുന്ന, കത്തിച്ച് തീർക്കുന്ന പടക്കങ്ങളും ഇതിനൊക്കെ പുറകിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവർ 10 വർഷമായി അല്ലേ ഇവിടെ? ഷീൻ എന്താ പറയുന്നത് അല്ലേ? ഇതാദ്യത്തെ അനുഭവം അല്ലേ? നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാൻ കഴിയില്ല. കാരണം സത്യമാണ്, ഇവർ നല്ല വെയിലത്താട്ടോ ഇവിടെ ജോലി ചെയ്യുന്നത്. നമസ്കാരം. സൗഖ്യമാ? ഇവരും അതുപോലെ തന്നെയാണ്. നമ്മുടെ പേരെന്താ? പഞ്ചാണല്ലേ? ഓക്കെ, ഇതും അവര് ഇതുപോലെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇതിലിതാ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റിക്കർ വർക്കാണ്. അതിന്റെ മുകളിൽ നല്ല ഡിസൈൻ ചെയ്യാം. ബാക്കിൽ കവർ വെച്ച് ഒട്ടിക്കുക. ഇതുപോലെ ഇത് വേറെ ടൈപ്പാ അല്ലേ? അത് കുറച്ച് വലുതാ അല്ലേ? എന്താ സളവൺ? ഓക്കെ.
இந்த പോലെ ഓക്കെ ഇത് ലാസ്റ്റ് ഇതാ ഇവര് കണ്ടോ ആണോ ഇത് പിടിക്കാം ഇത് അവര് ലാസ്റ്റ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഫുള്ള് ഇതാ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു ഇതവിടെ നിറഞ്ഞ് കിടക്കുന്നു ഒരുപാടുണ്ട് കേട്ടോ ചാകരയാണ് പൂക്കുറ്റി ചാകര ഉണ്ട് കേട്ടോ നമുക്ക് വാങ്ങാൻ മുടിയുമോ ഇതോടെ ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഹായ് ചേച്ചി സൗഖ്യമാ സൗഖ്യം ഓക്കെ ഇതാ ரொம்ப ரொம்ப സൗഖ്യം പേരെന്താ സെൽവലക്ഷ്മി തങ്കച്ചി പേര് അനീസ് ആണല്ലേ ചേട്ടൻ പേര് ആ ഇതാണ് റോക്കറ്റ് വാണെന്ന് പറയും ഓ ഇത്ര തോരെ റോക്കറ്റ് ഞാൻ ആദ്യമായിട്ട് കാണാം ഒരുപാട് എന്റെ അമ്മോ എത്രയാണുള്ളത് ഇവരിത് ഉണ്ടാക്കി കേട്ടോ അവിടെ ഇതവിടെ ഗം ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു ഒന്ന് പോട്ടെ എന്ന് പറയട്ടെ ഒന്ന് വരാം ആണോ ഓക്കെ ഓക്കെ ഇതവിടെ വശ തേച്ചിട്ട് ഇവിടെ ഗം ചെയ്യുക അതിന് മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കുക ഇത്ര മാത്രം ഒരു എത്ര സ്പീഡിലാണ് അവർ ചെയ്യുന്നത് എക്സ്പീരിയൻസ് അല്ലേ ചെയ്യുന്ന 5 വർഷമായി ഓക്കെ അടിപൊളി ഇവിടുന്ന് ബോക്സിലാക്കുന്നുണ്ട് പാക്കേജ് ചെയ്യുന്നത് എത്ര പീസ് ഉണ്ടാവും ഒരു ബോക്സിൽ 10 പീസ് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ വരാം ഓക്കെ ചേച്ചി വരാം ഓ ഫ്രണ്ട്സ് ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു എന്താ എൻ്റെ അഭിപ്രായത്തിൽ 100 ഏക്കറെങ്കിലും ഉണ്ടാവും ഇവിടെ ഇത് എന്ത് ചക്രം നിലച്ചക്രം ഇത് അതാ നിലച്ചക്രം എവിടെയാണ് നീ അവിടെ പിടി നമ്മളിത് കൊണ്ടുപോയാലും അത്രയും ഇതൊക്കെ നിലച്ചക്രാണ് അയ്യോ ഉണ്ടാക്കുന്നല്ലേ അതൊന്ന് ജസ്റ്റ് നോക്കാം ആ സഖ്യമാ തമിഴിൽ എന്താ പേരെന്താ ചക്ര അപ്പൊ നമ്മള് സെയിം തന്നെ അല്ലേ പേരെന്നാ ഓക്കെ ഇതും ഗം ചെയ്ത് ഇവിടുന്ന് ഒട്ടിച്ച് ഇവർ ശരിയാക്കുന്നുണ്ട് അതേ ചേച്ചിമാരുണ്ട് നമുക്ക് പരിചയപ്പെടാം ഒരു നല്ല ഒരു സത്യം പറയുകയാണെങ്കിൽ വർക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല ഡേഞ്ചർ വർക്കാണ് ചേച്ചി സൗഖ്യമാ സൗഖ്യമോ യൂട്യൂബ് ചാനൽ ആ ചാനൽ ആ കേരളന്ന് വന്നേ ആ പടകം ഇതാണ് നമ്മളെ കോമ്പല മാലപ്പടകത്തിന് ഉപയോഗിക്കുന്നത് അല്ല കോമ്പല അല്ല കോമ്പല എന്നൊക്കെ പറയും ജസ്റ്റ് ആ ചേച്ചി അത് ഒന്ന് നോക്കട്ടെ ഇതാണ് അതിലെ വരാം ചേച്ചിയുടെ പേരെന്താ സുകന്യ എவ்வளോ കാലം വായിച്ചത് 2 വർഷം അല്ലേ ഇങ്ങനെയാണ് ഇവര് അന്ന് ജസ്റ്റ് കാണിച്ചത് ശരിക്കും സത്യം പറയുന്നത് ഒരു മിഷൻ പോലെയാണ് ചേച്ചീന്റെ കൈ വർക്ക് ചെയ്യുന്നത് അത്രയും സ്പീഡില് ഇതും ഇതുവാ അവിടെ ഒരുപാട് ചേച്ചിമാരുണ്ട് ഓക്കെ എന്നാ ശരിയാ എല്ലാവരും എടുത്ത് അത് അവിടെ ഉണ്ട് ആ അങ്ങനെ പിടിക്കാം ശരിയാ ഓക്കെ ഇവിടെ അതുപോലെ തന്നെ യൂണിറ്റ് ആണ് ആ ചേച്ചി എவ்வளോ ഫാസ്റ്റായി പണിത് പടകം എത്ര ഒരുപാടുണ്ടല്ലോ ഇത് ലക്ഷക്കണക്കിന് പടങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്പീഡില് എത്ര വർഷമായി ഇവിടെ വേല ആ 20 വർഷമായി ഈ ജോലി ചെയ്തൊക്കെ ഓ ചേച്ചി സൗഖ്യമാ അമ്മ എவ்வளோ വർഷം ആയിരിക്കും 30 വർഷമാ 30 വർഷം ഫാസ്റ്റ് അപ്പ് കെട്ടി പോടപ്പാ ഫാസ്റ്റ് ആ കാശ് തരാം
அதான் முதலாளி இருக்க 20 வருஷமா வேலை வைக்க கஷ்டம். இந்த வேலை வந்து கட்டுப்படி ஆகல. உங்க கூட வாரம்னு சொல்லுதோம். സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ സംഗതി മനസ്സിലായി. ഇവരെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട്. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ വളരെ ഹാപ്പിയാണ്. കാരണം അത്രയും എൻഗേജ്ഡ് ആണ് ഇവരെല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്താ ഒരു മിനിറ്റ് കൂടി ഞാൻ കൊടുത്തല്ല. എല്ലാവർക്കും വൈകുന്നേരം ചായ വാങ്ങിച്ചു കൊടുക്കണം. ചായ വാങ്ങി കൊടുക്കവാ. ചായ നെക്സ്റ്റ് ഇതാണ് തിരി പടകത്തിന്റെ അല്ലേ, തിരി വെക്കുന്നല്ലേ അമ്മ? സൗഖ്യമാ? ഇവരാണ് തിരി വെക്കുന്നത് പടകത്തിന്. ഇതെന്താ മരുന്നാണോ? മരുന്നാ? ഓ ഗുണ്ട് ഇருக்கு. ഇവിടെ വലിയ ഗുണ്ട് ഇருக்கு മാമ. ശരി. ആ അമ്മ സൗഖ്യമാ? ഇതാണ് ഫ്രണ്ട്സ് നമ്മളെ എന്താ ഗണ്ണെന്ന് പറയും. ഇത് മൊത്തം ഗണ്ണാട്ടോ. ഈ അമ്മച്ചിയാണ് ഈ ഗണ്ണ് ഉണ്ടാക്കുന്ന അവിടെ മൊത്തമായിട്ട്. എവ്വളോ കാലമായി ഗണ്ണ് എടുക്കുന്നു? ഗുണ്ട് എവ്വളോ കാലമായി? കൊറേ കാലമായോ ഇവിടെ? ആ ജോലി പാർക്ക് 30 വർഷമായി. 30 വർഷമായി ഈ അമ്മച്ചി ഇവിടെ ജോലി ചെയ്യുന്നു. ഈ ഒരു സെക്ഷൻ ഓരോരുത്തർക്ക് ഓരോ സെക്ഷനാ അല്ലേ? ഓക്കെ എന്നാ പോവാ. എന്നാ ശരിയാ. ഇതെന്താ പൊട്ടിക്കുന്നത്? ഇതെന്നിട്ടാണ് കിട്ടുന്നത്. ഓ ഇതിങ്ങനെ സെറ്റ് ആക്കും അല്ലേ? ഫ്രണ്ട്സ് നേരത്തെ കണ്ടില്ല നമ്മൾ തിരി വെക്കുന്നത്. ഈ തിരി വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഈ ബണ്ടിലായി കിടക്കും. ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ ഇടും. അപ്പോൾ ഒക്കെ പീസ് ആവും. എന്നിട്ടാണ് ഇത് മാലപ്പടക്കാക്കി അവരെല്ലാവരും ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അങ്ങനെ കണ്ടോ. ഇതാ ഇവർ ചെയ്യുന്ന വർക്ക് അതാണ്, തിരി വെക്കുന്നത്. വാ. അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ശിവകാശി ഫാക്ടറിയിലെ കാഴ്ചകൾ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവരുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് അല്ലേ? അവിടെ റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് അവിടെയുള്ള വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഹോൾസെയിലും ഉണ്ട് അല്ലേ? ഹോൾസെയിലും ഉണ്ട്. പക്ഷേ ഹോൾസെയിലിന്റെ വില നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് അവിടെ വന്നതിന് ശേഷം ഹോൾസെയിൽ വേണ്ടവർ വന്നിട്ട് അതെ അപ്പോഴാണ് അതിന്റെ വില അവർ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പം ഷൂട്ട് ചെയ്ത സ്ഥലത്തിൽ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ അഡ്രസ്സ് ഇവർ സൊല്ലുതോ ഒന്ന് പറഞ്ഞല്ലോ. ദിസ് പ്ലേസ് വമ്പാക്കോട്ട. ശിവകാശി ടു ആഫ്റ്റർ 5 kilometers. ഓക്കെ കമ്പനി പേരെന്താ? കമ്പനി പേര് വന്ന് എസോ പെരോസ് അല്ലേ? ഇവിടെ കമ്പനി നമ്പർ, മൊബൈൽ നമ്പർ 97 97 91 81 97 21. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇതാണ് ഇവരുടെ നമ്പർ. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്ന് ഹോൾസെയിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങളുടെ പടകം അല്ലേ? ഇത് മാലപ്പടകം അല്ലേ? മാലപ്പടകം 10,000-ൻ്റെ. ഇത് 5,000. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അവരുടെ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ചോദിച്ചു നോക്കാം. പോവാ. ഇതാണ് ബാലാജി. നമ്മൾ ഉള്ളോട്ട് കയറുകയാണ് ചെരുപ്പ് അയച്ചിട്ട്. അണ്ണാ ഇങ്ങ വാ. ഇതൊക്കെ റീറ്റെയിലാണ്. ഇവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തായിരിക്കും? ഇതൊക്കെ പൊട്ടുന്ന സാധനം തോന്നുന്നു കേട്ടോ, നല്ല കളറായിട്ട്. 50 ഷോട്ട് എവിടെ? 50 ഷോട്ട് ഇതോ? അത് 50 ഷോട്ട് അല്ലേ? മുകളിൽ പോയി പൊട്ടുന്ന 50 ഷോട്ടാണ് ഇത്. അതെന്താ വില? 50 ഷോട്ട് എന്താ?
ആ മുകളിൽ പോയി പൊട്ടുന്നില്ല 50 ഷോട്ടാണ് പറയുന്നത്. തൊള്ളായിരത്തി 966. അത് ഡിഫറെന്റ് ടൈപ്പ് സാധനം അല്ലേ? കളേഴ്സ് എല്ലാ കളർ ആയിട്ടല്ലേ? മൾട്ടി കളർ. അതില് കുറച്ചുകൂടി കുറഞ്ഞ ടൈപ്പ് ഏതാ? 30. അതെന്താ വില? 30 ഷോട്ടുണ്ട് ഇവിടെ. മുകളിൽ പോയി പൊട്ടുന്ന സാധനം. എത്ര? 300 രൂപ. 300 രൂപയാണ് ഈ 30 ഷോട്ടിന് മുകളിൽ പോയി പൊട്ടുന്ന 30 ഷോട്ട്. ഇതെന്താ വില? കേരളയിൽ വന്നു കേട്ടോ. ഇതെന്താ 150 അല്ലേ? ഇത് 150 രൂപ കേട്ടോ. മുകളിൽ പോയി പൊട്ടുന്ന സാധനം. നീ എടുക്കുന്നുണ്ട് 50 ഷോട്ട് അല്ലേ? 50 ഷോട്ട് എടുക്കുന്നുണ്ടാവും. ഈ 250 രൂപേന്റെ ഷോട്ട് ഉണ്ടോ? 250ന്റെ എടുക്കല്ലോ. 240. ഫ്രണ്ട്സ് ഇതില്ലേ മുകളിൽ പോയി മൾട്ടി കളർ ആയിട്ട് നല്ല പൂ പോലെ വരുന്ന നല്ല ഹൈറ്റിൽ വരുന്ന ഇത് കുറച്ച് വലിയ സാധനം കേട്ടോ. ഇത് വൈഡ് ആംഗിൾ ക്യാമറ ആയിട്ടാണ് കുറച്ച് ചെറുതായി കാണുന്നത്. 150 രൂപ അതിന്. 250 ഫ്രണ്ട്സ് ഏകദേശം 1 മീറ്റർ നീളം കാണിക്കുന്നുണ്ട്. 6 കളർ അല്ല? അല്ല ഇത് നല്ല ഭംഗി ഉണ്ടാവും. പല കളർ. ഇത് സാധാരണ പൊട്ടുന്നത് കളറിലായിട്ട്. ഇത് വന്നിട്ട് இது மேலவே வச்சு கலர் மட்டும் ഭംഗി കമ്മി ഫ്രണ്ട്സ് ഇത് എത്രണ്ണം? 10 എണ്ണം 120 രൂപ. നിലച്ചക്രം ഈ മുകളിലൊരു ഫ്ലവർ വരുന്ന ടൈപ്പാണ്. ഈ 30 ഷോട്ട് മുകളിൽ പോയി പൊടുന്ന ഈ പെട്ടി. അണ്ണാ ഈ ഇതുണ്ടോ? മേശാപ്പൂ ഉണ്ടോ മുകളിൽ? ഫൈനൽ കമ്മിയെല്ലാം கிடையாது ഫൈനൽ. ഇതെന്താ വില? இந்த ஒரு 45 ടോട്ടൽ 45. 1 2 3 4 5 6 7 8 9 10 എണ്ണം. 10 മേശാപ്പൂന് 45 രൂപ. ഫ്രണ്ട്സ് അപ്പം നമ്മളെ ഫ്രണ്ട്സൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന്. എന്തായാലും നല്ല വില കുറവുണ്ട്. ഞാനും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ കമ്പിത്തിരികളാണ്. കമ്പിത്തിരി ഇത് വലിയ കമ്പിത്തിരി 2 ബോക്സ് 50 രൂപ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ വീട്ടിലേക്ക് വാങ്ങിയത്. വീട്ടിലേക്കല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങാൻ. ഇത് 100 രൂപ. 1000 എണ്ണം ഒരു മാലപ്പട കേട്ടോ. അങ്ങനെ 3 എണ്ണം വാങ്ങി 100 രൂപയ്ക്ക് കിട്ടും. 1000 എണ്ണമുള്ള മാലപ്പടകം. പിന്നെ 30 ഷോട്ട് 300 രൂപ. പിന്നെ സിംഗിൾ ഷോട്ട് 110 രൂപ വലുത്. പിന്നെ കമ്പിത്തിരി 2 സെറ്റ് 50 രൂപ. പിന്നെ அது 50 ரூபாய். ഇത് 50 രൂപ. പിന്നെ ഇത് ഒരെണ്ണം 140 രൂപ. ഒരെണ്ണം 140. ഓക്കെ 140 അല്ലേ? 10 പീസാണ്. 10 പീസ്. നിലച്ചക്രം നല്ല ഭംഗിയിൽ മുകളിൽ ഫ്ലവർ വരും എന്നൊക്കെ പറയുന്നുണ്ട്. വാങ്ങിയത് അഡ്രസ് നമ്മുടെ കേരളത്തിലുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടുത്തെ അഡ്രസ് ഒന്ന് വരുന്നു. പ്രീമിയർ ഏജൻസീസ്, സാത്തൂർ റോഡ്, പാറൈപ്പട്ടി, ശിവകാശി. ഇവിടെ സൺഡേ ഓപ്പൺ ആണോ? സൺഡേ 365 ഡേയ്സ് ഓപ്പണിംഗ്. ലീവ് ഇല്ല. ഓക്കെ. എന്തൊക്കെയാ വാങ്ങിയത്? നീ വാങ്ങിച്ചത് പൂക്കുറ്റി 2 എണ്ണം വാങ്ങിച്ചു. വലിയ പൂക്കുറ്റി കേട്ടോ ഫ്രണ്ട്സ്. ഇത് കമ്പിത്തിരി. പിന്നെ 100 രൂപേൻ്റെ ഒരു കോമ്പൽ 1000 ഷോട്ട് 1000. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അവിടെ നമ്മൾ ഇ പാസ്
കാണിച്ചത് എവിടെ നിന്നായിരുന്നു? ഗോപാലപുരം. ഗോപാലപുരത്ത് നമ്മൾ വരുമ്പോൾ തന്നെ ഫ്രണ്ട്സ് നമ്മൾ ഓൺലൈനിൽ ഇ പാസ് എടുത്തിട്ടുണ്ട്. ഇ പാസ് നിർബന്ധമാണ്. എന്തായാലും ഗോപാലപുരം എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇ പാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഇ പാസ് ഉണ്ടെങ്കിൽ ഡയറ്റിൽ നമ്മൾ കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, രഞ്ജിത്തുണ്ട്, എല്ലാവരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സാലു സൈനിങ് ഓഫ്.